ശില്പ നമ്മളിപ്പം ഈ സീരിയലൊക്കെ വരുന്ന സമയത്ത് വരുന്നതിന് മുമ്പ് ശില്പയുടെ ഫേസ് ഇങ്ങനെ തന്നെയായിരുന്നു. ഫേസ് ഇങ്ങനെ അപ്പോൾ ആ സമയത്തൊക്കെ ഇഷ്ടംപോലെ പിന്നെ ലവ് ലെറ്റേഴ്സ് അല്ല ആ സമയത്ത് മെസ്സേജുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ അത് കൂടി കാണുമല്ലോ. ഇല്ല ഇല്ല, കുറവാണ് സത്യം പറഞ്ഞാൽ. അനീഷേട്ട എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിരുന്നു. അത് ഞാനായിട്ട് പറയണോ ശില്പയായിട്ട് പറയണോ? അത് അനീഷേട്ട എന്നോട് പ്രത്യേകം പറഞ്ഞു അത് ക്യാമറയിൽ പറയണമെന്ന്. അത് ശില്പയായിട്ട് പറയണോ ഞാൻ പറയണോ? എനിക്കറിയില്ല എന്താ പറഞ്ഞത്. അല്ല ഞാൻ പറയുന്നത് എങ്ങനെ ശില്പയ്ക്കും അറിയാം അത്. അല്ല ഞാൻ ചോദിച്ചതല്ല. എന്തായിട്ട് ബന്ധപ്പെട്ടത്? സ്നേഹമായിട്ട് ബന്ധപ്പെട്ട് റിലേഷൻഷിപ്പിന്റെ കാര്യമായിരിക്കും. എനിക്ക് റിലേഷൻഷിപ്പ് ഇല്ല സത്യമായിട്ടും. അനീഷേട്ട അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അഞ്ചേട്ടാ അങ്ങനെ പറയില്ല. സീരിയസ്ലി അഞ്ചേട്ടാ പറഞ്ഞോ എനിക്ക് റിലേഷൻ ഉണ്ടെന്ന്? അങ്ങനെ പറഞ്ഞില്ല. ഉണ്ടോ ചോദിക്കാൻ പറഞ്ഞില്ല. അങ്ങനൊന്നും പറഞ്ഞില്ല. കഷ്ടം. അങ്ങനൊന്നും പറഞ്ഞില്ല. അല്ല ഞാൻ ചോദിച്ചത് ഇപ്പം ഈ സീരിയൽ കാണുന്ന നേരത്തെ പറഞ്ഞില്ലേ സീരിയൽ കാണുന്നവർക്ക് ഇപ്പം നിങ്ങളെ കട്ട് ഷോട്ട് ഫേസ്ബുക്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. FB ഇങ്ങനെ വരുമല്ലോ. അപ്പം ശില്പേനെ കാണുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ അയ്യോ രശ്മിക ഈ സീരിയൽ മലയാളത്തിലോ എന്ന് പെട്ടെന്ന് നോക്കിയിട്ട് അല്ല ഇത് മലയാളി പെൺകുട്ടി തന്നെ എനിക്ക് നോക്കിയിട്ട് പെട്ടെന്ന് നോക്കിയിട്ട് ഇൻസ്റ്റ എടുത്തിട്ട് നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇടാം അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട്. ബ്യൂട്ടിഫുൾ അത് അങ്ങനെ ക്യൂട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ മെസ്സേജ്. എനിക്ക് അതൊന്നും അല്ല ബ്യൂട്ടിഫുൾ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ക്യൂട്ടാന്നൊക്കെ. ചോദിച്ച മെസ്സേജുകൾ വരുന്നതിനകത്തും ചില കോഴി മെസ്സേജുകൾ കാണുമല്ലോ. അപ്പം ഈ കൊക്കരിക്കുന്ന സൗണ്ട് കേൾക്കാറുണ്ടോ കോഴി ഇങ്ങനെ? ഇപ്പൊ ആൾക്കാർ പറയാം ഞാനാന്ന് പറയാം കോഴി അല്ല അങ്ങനെ വരാറുണ്ടോ? വരാറില്ല. എനിക്ക് അങ്ങനെ എല്ലാരും കമന്റ് ചെയ്യും നല്ലതാണ് അതാണ് ഇതാണ്, അല്ലാതെ ഒരു കോഴി പോലെ അങ്ങനെ എനിക്ക് അങ്ങനെ കുറവാണ്. ഈ ഒരാളെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഇന്ന ആള് വേണം, എങ്ങനെയുള്ള ആളായിരിക്കും? എങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല, മനസ്സമാധാനം. അല്ല ഇരിക്കുന്ന എല്ലാവരും ഒരുപോലെ ഇരിക്കുള്ളൂ. ഞാൻ ചോദിക്കുന്നത് ആളെങ്ങനെ ഉണ്ടെന്നുള്ളതാ. ഇതെടുത്ത് അടിക്കരുത് എന്റെ അല്ലയോ. അല്ല എന്തിനാ ഫ്രണ്ട്സ് ആവാനോ അതോ റിലേഷൻ? ഇപ്പം ഒരു പാർട്ണർ വേണമെങ്കിൽ അതെങ്ങനെയുള്ള ആളായിരിക്കണം? എനിക്ക് ആക്ച്വലി സമാധാനമാണ് എനിക്ക് വേണ്ടത്. പിന്നെ കല്യാണം കഴിക്കാതിരിക്കും. അതാണ് എല്ലാരും അതാ പറയുന്നത്. ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്, കല്യാണം കഴിക്കാതിരുന്നാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം പീസ് ഓഫ് മൈൻഡ് ആണല്ലോ നമുക്ക് അത്യാവശ്യം. അങ്ങനെ ഒരാളെ കിട്ടിയാ കല്യാണം കഴിക്കുമായിരിക്കും. പറഞ്ഞോ അങ്ങനെ ആരെങ്കിലും? ഞാൻ പറയാം ശില്പയ്ക്ക് പീസ് ഓഫ് മൈൻഡ് ഉള്ള ഒരാളെയാണ് ആവശ്യം, സമാധാന പ്രിയനാണ് ആവശ്യം. പക്ഷെ കല്യാണം കഴിയുമ്പോൾ ഏതൊരാളിന്റെ സമാധാനം പോകും അല്ലേ? അതെന്താണെന്ന് അറിയത്തില്ല. എന്താണ് ശില്പ അത്? എനിക്കറിയില്ല. ഞാനും അങ്ങനെ കുറെ പേര് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കല്യാണം കഴിക്കരുത്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് തന്നെ കുറെ പേര് കല്യാണം കഴിച്ചതാണ്. കുറെ പേര് പറയും ശില്പ കല്യാണം കഴിക്കരുത്, ഇങ്ങനെയൊക്കെ നടക്കുക എന്ന് പറയും. പിന്നെ ചിലർ പറയും അങ്ങനെ അടിപൊളിയാണ്, കല്യാണം കഴിച്ചാൽ അടിപൊളിയാണെന്ന് പറയുന്നത് കുറച്ച് പേരേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ വിചാരിക്കും എന്തിനാണ്. ഇപ്പൊ ഞാൻ ആക്ച്വലി എൻജോയ് ചെയ്യുന്നുണ്ട്, എന്റെ ലൈഫ് ഹാപ്പി ആയിട്ട് പോകണം. എന്റെ ഇടയില് സമയമാവട്ടെ. അതെ, പിന്നെ നമുക്ക് കുറെ കാര്യങ്ങളിൽ കുറച്ച് ആളെയും കൂടെ ഫേവർ ചെയ്യേണ്ടി വരും. അത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്. അത് പുള്ളിക്ക് ഇഷ്ടാവോ പുള്ളിക്ക് ഇഷ്ടമല്ല, അപ്പൊ അതിനൊക്കെ ഒരു ടൈം ഉണ്ടാവും. അഭിനയിക്കാൻ പോകുന്ന ചില സാഹചര്യങ്ങൾ ചിലർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു ശില്പ ഇപ്പം BCom കഴിഞ്ഞു, ഇപ്പം PC അല്ലെ കോച്ചിങ്ങിന് പോകുന്നു, ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് ഒരു ബാങ്ക് തന്നെയാണ് ഉദ്ദേശം. ജോലി വേണം. നമ്മൾ ശരിയാണ്, നമ്മൾ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട്, നമ്മൾ അതുവഴി ഏൺ ചെയ്യുന്നുണ്ട്, എല്ലാം ശരിയാണ്. പക്ഷെ ജോലി എന്ന് പറയുന്ന ഒരു സംഭവം അതൊരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും അത് നമുക്ക് വേണം. അത് അല്ലാതെ നമ്മൾ ഓക്കെ ഇതാണ് എല്ലാം. ഇപ്പം ഞാൻ അങ്ങനെ ഒരിക്കലും വിചാരിക്കുന്നില്ല. എനിക്ക് ഇഷ്ടമാണ്, അഭിനയിക്കാൻ ഇഷ്ടമാണ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് പഠിക്കാൻ ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതാണ് ഞാനിത് ചെയ്യുന്നത്. പക്ഷെ അതോടൊപ്പം നമുക്ക് ജോലി വേണം. ഇതിപ്പോൾ നമുക്ക് ജീവിതകാലം മുഴുവൻ ഉണ്ടാവുമോ എന്ന് വെച്ചാൽ ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. അപ്പോൾ അതുകൊണ്ടൊരു ജോലി. പിന്നെ അത് മാത്രമല്ല ഇത് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക, എന്ത് പ്രശ്നം വന്നാലും നമ്മൾ കടിച്ചു പിടിച്ച് നിൽക്കും. അപ്പം അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഡയറക്ടേഴ്സ് നമ്മളെ വഴക്ക് പറയോ ചീത്ത പറയോ അല്ലെങ്കിൽ അപ്പം നമുക്കിത് വേണം. അപ്പം നമ്മൾ മാക്സിമം ഇങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. പക്ഷെ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ ഇതല്ലെങ്കിൽ വേണ്ട, എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളൊരു പഠിച്ച് കംപ്ലീറ്റ് ജോലി ആയിക്കഴിഞ്ഞ എക്സ്പീരിയൻസ് ആയ ഇതല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്. അതൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് അത് വേണം, അത് എല്ലാവർക്കും വേണം. ഇപ്പൊ ഞാൻ തന്നെ പഠിച്ചുകൊണ്ടിരിക്കും, എനിക്ക് വേണമെങ്കിൽ ഓക്കെ നിർത്താം. പക്ഷെ എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് ജോലി വേണം. ഇത് എപ്പോഴും ഉണ്ടാവില്ലല്ലോ, അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഒരിക്കലും നമുക്ക് എപ്പോഴും ഒരു സ്റ്റാൻഡിൽ നിൽക്കുന്ന എപ്പോഴും നല്ലതാണ്. കല്യാണം കഴിഞ്ഞാലും നമ്മളൊരു സ്റ്റാൻഡിലുള്ളത് എപ്പോഴും നല്ല, സാലറി മേടിക്കുന്ന എപ്പോഴും നല്ല. പക്ഷേ ഇത് വിടരുത്. ഇതിപ്പം ഈ പറഞ്ഞ എത്രയും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇതുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എത്രയോ വർഷമായിട്ട് 10-30 വർഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അതെ, ഇപ്പൊ നമുക്കിപ്പോ അങ്ങനെ ഉണ്ടാവണം നിർബന്ധമൊന്നും ഇല്ലല്ലോ. നമുക്ക് ചിലപ്പോൾ ഭാഗ്യം വെച്ചാൽ നമുക്കത് വർക്ക് വരുമായിരിക്കും, നമ്മൾ ചെയ്യുമായിരിക്കാം. പക്ഷെ അതില്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒന്നൊരു ഓപ്ഷൻ ഉണ്ടാവുന്ന. ശരി, ഈ മൂഡ് മാറ്റാൻ ഞാൻ ഒരു കണക്ക് ചോദിക്കാം. എന്തായാലും BComൽ എത്ര ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ്? സെക്കൻഡ് ക്ലാസ്. അപ്പൊ എന്തായാലും അത്യാവശ്യം പഠിക്കുന്നത് കൂട്ടാൻ അറിയാമോ? കൂട്ടാൻ അറിയാം. അറിയാമല്ലോ. 1030 1030
1030 അധികം 1030. അത്രയാ? 2060. ആ ഉറക്കെ പറ. 1030. 1030 അധികം 1030. 2600 ആണോ 2060 ആണോ? 2060. 600 60. അപ്പൊ 2060 അധികം 30. 2090. 990. ആലോചിച്ച് പറയണം, അത് കണ്ടോണ്ടിരിക്കാൻ ആൾക്കാർ. 2060 അധികം 30. 90. 2090. 2090 അധികം 10. 2090 അധികം 10. 2100. തെറ്റി. 3000 അല്ലേ? ഒന്ന് കൂട്ടി നോക്കിയേ. ഇല്ല 2100. അടി. അപ്പൊ തീർച്ചയായിട്ടും അപ്പൊ ബാങ്കിൽ ജോലി കിട്ടും കേട്ടോ. അപ്പൊ ഈ ബികോം പഠിച്ചോണ്ടുള്ള ഗുണമുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ കറക്റ്റാണ് 2100. എല്ലാരും 3000 ആയിരിക്കും പെട്ടെന്ന് പറയുന്നത്. അല്ല ഞാൻ സ്പീഡെയാണ് ചോദിക്കുന്നത്. ഇത് നിർത്തി ചോദിച്ചതാ, കുട്ടിക്ക് നാണക്കേട് ഉണ്ടാവാതിരിക്കും. ഞാൻ സ്പീഡെയാണ് ചോദിക്കുന്നത് സാധാരണ. ഞാൻ ഇത് പറയാനൊരു കാരണമുണ്ട്. കാരണം എനിക്ക് കുറച്ച് ഞാൻ ഒരു 18 വയസ്സ് കഴിഞ്ഞ് 19 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ ജോലി ചെയ്ത് അങ്ങനെ. എവിടെയാ ജോലി ചെയ്തോണ്ടിരുന്നത്? ഇപ്പം നമ്മളിപ്പോൾ ഷോപ്പിലൊക്കെ അക്കൗണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ ടൈമിൽ ഏൺ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് സ്വന്തമായിട്ട് ഏണിങ്സ് ഇല്ലെങ്കിൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ആ ടൈം തൊട്ട് നോക്കിയിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കുറെ കണക്കുമായിട്ടൊക്കെ നമ്മൾ ബന്ധപ്പെട്ട് നിന്നതല്ലേ. ഓ അങ്ങനെ. അപ്പൊ നീ എന്നെ പറ്റിക്കണ്ടടാ. ഈ അച്ഛനും അമ്മയൊക്കെ എന്തായിരുന്നു? അച്ഛനും അമ്മ? അച്ഛൻ കൺസ്ട്രക്ഷൻ അതിൻ്റെ കോൺട്രാക്ട് വർക്ക് എടുത്ത് ചെയ്യണു. അമ്മ ഹൗസ് വൈഫാണ്. ഒരു അനിയത്തിയുണ്ട്, മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞു. ഇപ്പം കുട്ടികൾക്ക് മേക്കപ്പ് പഠിപ്പിക്കുന്നു, ബ്രൈഡൽ മേക്കപ്പ് പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഇപ്പൊ പഠിപ്പിക്കുന്നു. ബ്രൈഡൽ എല്ലാം ചെയ്യും. എവിടെ പഠിച്ചതൊക്കെ? അവൾ ഇവിടെ പാളയത്ത് തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഇപ്പൊ അവിടെ തന്നെ വർക്ക് ചെയ്യണം. ശില്പയുടെ അതേ ഫേസ് കട്ടൊക്കെയാണോ ആൾക്കാർ? അല്ല, എന്നെക്കാട്ടിലും കുറച്ചുകൂടി ആള് കുറച്ച് ചെറിയ ആളാണ്. നീളം കുറവോ? ഇതിന് നീളം കുറവോ? അല്ല, ഞാൻ ഫേസ് ആണ് ചോദിച്ചത്. ഫേസ് കുറച്ചുകൂടി കുഞ്ഞു ഫേസ്. എന്താണ് സീരിയലിലോട്ട് എന്താ ഒന്ന് പുള്ളിക്കാരിയുടെ ഒന്ന് കൊണ്ടുവരാൻ? എന്താ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ? അവൾക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല. ഇതാണ് മോഡലിംഗ് അല്ലെങ്കിൽ മേക്കപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവൾക്ക് താല്പര്യം. അഭിനയം അങ്ങനെ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഈ ശില്പ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കുറെ നല്ല ഇതായിട്ട് നിൽക്കുന്ന ഒരാളല്ലേ? സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഇൻസ്റ്റ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ. അപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം കുറേ അധികം ലേഡീസ് കുറേ ലൈവിലൊക്കെ വരുന്നുണ്ട്. ഈ ദുബായിൽ മസാജ് സെൻറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലേഡീസാണ് വരുന്നത്. അവർ ലൈവായിട്ട് വരുന്നുണ്ട്, ഇന്നിടത്തൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ശില്പയ്ക്ക് ഒരു ആസ് എ ലേഡി എന്നുള്ള ഇതിലൊന്ന് പ്രതികരിച്ചൂടെ? എന്താണ് ഒന്ന് പ്രതികരിച്ചൂടെ? അല്ല, എന്ന് വെച്ചാൽ ഇങ്ങനെ കാണിക്കുന്ന ഒരു തെറ്റായി ആൾക്കാരെ തെറ്റിലേക്ക് കൊണ്ടുവന്നത്. ലൈവായിട്ട് ഇന്നടെ മസാജ് സെൻറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് തെറ്റല്ലേ? മസാജ് സെന്റർ ഓക്കെ, സ്പാ ഓക്കെ, പക്ഷെ ഇല്ലീഗൽ ആക്ടിവിറ്റി ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ അത് ചില ദുബായിൽ കേട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടെന്ന്. കുറെ പേര് ലൈവ് ഇടുന്നുണ്ട്. അങ്ങനല്ല, മസാജ് കുട്ടിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ക്രോസ് മസാജ് എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ പിന്നെ ചോദിച്ചിട്ട് കാര്യമില്ല, അവനെ കേട്ടിട്ടില്ല. പിന്നെ അത് വിട്ടയക്കാം. ടാഗ് ലൈൻ അങ്ങനെ തന്നെ കൊടുക്കാം. മസാജ് എന്താണെന്ന് അറിയാത്ത